ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഠിക്കാൻ മടി തോന്നുന്നു, പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു എന്നിങ്ങനെയുള്ള പരാതികൾക്കെല്ലാം പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന സമയമാണ്. ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് പഠിച്ചിട്ടും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട്. എന്നാൽ പഠിച്ച് വിജയിച്ചവർ പറയുന്നത് അവർ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം കണ്ടെത്തി പഠിച്ചു, അതുകൊണ്ട് അവർ വിജയിച്ചു എന്നതാണ്. പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറയാവുന്ന ഒരു ടൈം ഏർലി മോർണിംഗ് സ്റ്റഡിയാണ്. നമ്മളിൽ പലരുടെയും ടൈം വ്യത്യസ്തമാണ്. എന്നാൽ നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം കണ്ടെത്തി പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കുകയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയുന്നതാണ് ഈ പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പഠിക്കുന്ന സമയം നിങ്ങൾക്ക് വളരെയധികം എനർജി ആയിട്ടും പവർഫുള്ളായിട്ടും നിങ്ങൾക്ക് പഠിക്കുവാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം. ചിലർക്ക് രാവിലെ ആണെങ്കിൽ ചിലർക്കത് വൈകുന്നേരമായിരിക്കും. വിന്നേഴ്സ് ആയവർ പറയുന്നത് അവർ ഈ പ്രൊഡക്റ്റീവ് ടൈമിൽ ലക്ഷ്യബോധത്തോടു കൂടിയും ഫ്രഷ് ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതുമാണ്. കാരണം പ്രൊഡക്റ്റീവ് ടൈമിൽ നമുക്ക് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾ മാക്സിമം ഫ്രഷ് ടോപ്പിക്കുകൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഈ പ്രൊഡക്റ്റീവ് ടൈമിൽ അല്ലാതെ മറ്റ് ടൈമുകളിൽ അവർ പഠിക്കുന്നില്ല എന്നല്ല, പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കാനായിട്ട് മറ്റ് ടൈമുകൾ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമതായി അവർ ചെയ്ത കാര്യം ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി പഠിക്കുക എന്നുള്ളത്. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാകണമെന്നില്ല. എന്നാൽ വിന്നേഴ്സ് ആയിട്ടുള്ളവർ ഉറപ്പായും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. പ്രൊഡക്റ്റീവ് ടൈമിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രീ പ്ലാൻ ചെയ്ത് ഓർഡർ ചെയ്ത് വെക്കുക, അതാണ് ഈ ടു ഡു ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഫ്രഷ് ടോപ്പിക്കുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് വിന്നേഴ്സ് ആയിട്ടുള്ളവർ ഈ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഫ്രഷ് ടോപ്പിക്കുകളെല്ലാം തന്നെ ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈമിൽ പഠിച്ചതിന് ശേഷം മറ്റ് ടൈമുകളിൽ അവർ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനുബന്ധമായിട്ടുള്ള ഫാക്ട്സും പഠിക്കുകയാണ് ചെയ്യുന്നത്. ഈ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ 5 മണിക്കൂർ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുവാനുള്ള ഫ്രഷ് ടോപ്പിക്കുകളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ഈ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാൻ. വിന്നേഴ്സ് ആയിട്ടുള്ളവർ കമ്പൽസറിയായി ഫോളോ ചെയ്തൊരു കാര്യം ഈ ടു ഡു ലിസ്റ്റിലുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ ഡെയിലി കവർ ചെയ്ത് പോകാനാണ് നോക്കുന്നത്. മാക്സിമം ടോപ്പിക്കുകൾ പെൻഡിങ് വെക്കാതെ അന്നുള്ള ടോപ്പിക്കുകൾ അന്നു തന്നെ അവർ കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. ടു ഡു ലിസ്റ്റിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഇനി പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന മോർണിംഗ് സ്റ്റഡി ടൈം എപ്പോഴെന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് രാവിലെ ഒരു 4 മണി മുതൽ 6 മണി വരെ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് മൈൻഡായിട്ടിരിക്കുന്നൊരു ടൈമാണ്. മോർണിംഗ് ടൈം പഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നവർ 4 to 6 AM വരെയാണ് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷമുള്ളൊരു 2 hour 7 AM to 9 AM വരെയാണ്. ഈ 4 hours നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. പിന്നീടുള്ളൊരു 1 hour എന്ന് പറയുന്നത് റിവിഷൻ ടൈമാണ്. ഈ റിവിഷൻ ടൈം സാധാരണയായി മോർണിംഗ് സ്റ്റഡി നടത്തുന്നവർ റിവിഷന് നൈറ്റ് ടൈം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നൈറ്റ് ടൈം പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറയുന്നത് 7 PM to 9 PM ആണ്. ഈ ഒരു 2 hours എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നീടുള്ള 2 മണിക്കൂർ, അതായത് 10 മണി മുതൽ 12 മണി വരെ എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, 12 മണിക്ക് ശേഷം പഠിക്കുന്നവർക്ക് ആ 12 മണിക്ക് ശേഷമുള്ള പഠനം അത്ര പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല. അവർ എത്ര തന്നെ പ്രൊഡക്റ്റീവായി പഠിക്കുന്നു എന്ന് പറഞ്ഞാലും നെക്സ്റ്റ് ഡേ അവർ റിവിഷൻ നടത്തുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു പഠനത്തിൻ്റെ പോരായ്മ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സാധാരണ രീതിയിൽ നൈറ്റ് ടൈം സ്റ്റഡി ടൈമായി തിരഞ്ഞെടുക്കുന്നവർക്ക് റിവിഷൻ ചെയ്യാനായിട്ട് മോർണിംഗ് ടൈമാണ് ചൂസ് ചെയ്യുന്നത്. കാരണം നൈറ്റ് ടൈമിൽ പ്രൊഡക്റ്റീവായി പഠിച്ച കാര്യങ്ങൾ ഫ്രഷ് മൈൻഡായിട്ട് റിവിഷൻ ചെയ്യാൻ അവർ ചൂസ് ചെയ്യുന്നത് മോർണിംഗ് ടൈം തന്നെ ആയിരിക്കും. പഠിക്കുമ്പോൾ മടി തോന്നുന്നു, ഉറക്കം വരുന്നു, പഠിക്കാനായി തോന്നുന്നില്ല, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു എന്ന് കംപ്ലൈൻറ്റ് പറയുന്നവർ ഈ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി ടൈം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇനി വരുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ.